ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ച ആ ടോപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന്. കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിൽ എന്തെങ്കിലും ഒരു വർക്ക് കൂടിയൊക്കെ ചെയ്തെടുത്താൽ, ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നില്ല, ഇനി ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ എന്തെങ്കിലും വർക്ക് കൂടി ചെയ്തെടുത്താൽ ഒത്തിരി ഭംഗിയാവും. അപ്പോൾ ഇതിൻ്റെ പ്രധാന പോർഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, ആ ഫ്രണ്ട് പീസ് അയൺ ചെയ്തെടുക്കൽ. അപ്പം ഞാനത് ഒരടിപ്പ് വലിയ സ്റ്റിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ പ്ലീറ്റഡ് ആക്കി നൂല് രണ്ടറ്റവും വലിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് അയൺ ചെയ്യാൻ പോവുകയാണ്. ഒരാളും കൂടി എനിക്കൊരു സഹായത്തിന് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എനിക്കിതൊരു 10-20 മിനിറ്റ് തീർന്നേനെ. ഇതിപ്പോൾ ഞാനൊരു 1.25 മണിക്കൂർ എടുത്താണ് കേട്ടോ ഇതൊന്ന് അയൺ ചെയ്തെടുത്തത്. അപ്പം എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണം. വേറൊരു രീതിക്കാണെങ്കിൽ 2 പേരുണ്ടെങ്കിൽ വേറൊരു രീതിക്ക് ചെയ്യാം, അത് എളുപ്പമാണ്. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ ആ രീതി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, കുട്ടികളല്ലാതെ. അവർക്ക് അത്ര പിടിച്ചു തരാനുള്ള വശമില്ലായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ വെയിറ്റ് വെക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് അയൺ ചെയ്യണം, എന്നാൽ ചൂട് കൂടി പോരുത്, തുണി ഉരുകി പോകും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി, അപ്പോൾ എനിക്ക് കിച്ചണിൽ ഞാനിന്ന് ചെയ്യുന്നത് കൊണ്ടിട്ട് എനിക്കൊരു ഇടികല്ലാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് അവിടെ വെയിറ്റ് ആയിട്ട് നല്ല വെയിറ്റ് ഉള്ള സാധനം വെക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ആ പ്ലീറ്റ് നല്ല ഇതിൽ തേച്ച് വരുമ്പോൾ നല്ലതായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാനതൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് കഴിഞ്ഞത്, ഞാനിങ്ങനെ സ്പീഡിൽ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് വീഡിയോ. നല്ല സമയമെടുത്ത് തന്നെയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷൻ, ആ പ്ലേറ്റ് കൊടുത്തതിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ നേരത്തെ, അപ്പോൾ ആ ടോപ്പ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം ചേർത്തിട്ട് സെൻറ്ററും ഒപ്പം വെച്ചിട്ട് നമ്മളിത് ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ സെൻറ്റർ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുക നമ്മളിതൊക്കെ ഒപ്പമാണോ എന്നൊക്കെ. ഇത് ഇത്തിരി പണിയാണ് കേട്ടോ, തളതളാന്ന് കിടക്കുന്ന തുണിയായതുകൊണ്ട് നമുക്ക് പിടിച്ച കുഴപ്പമില്ല, പക്ഷേ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഈ ടോപ്പൊക്കെ തയ്ച്ച് മേടിക്കുന്നതിന് ഒത്തിരി പൈസ കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് തുണിയുടെ വില മീറ്ററിന് 65-70 രൂപയുള്ളൂ ഈ തുണിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, 3.5 മീറ്റർ തുണി ആകെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ തയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ലാഭമാണ് ഇത്. അപ്പം നമ്മളെല്ലാവരും തനിയെ തയ്ക്കുന്നവരൊന്ന് തയ്ച്ചെടുക്കാനൊക്കെ ശ്രമിക്കുക. എന്നിട്ട് അത് ആ ടോപ്പിൻ്റെ ഭാഗം തൊട്ട് ഈ പ്ലീറ്റഡ് പോർഷൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോപ്പ് പോർഷൻ നമുക്ക് രണ്ടും കൂട്ടിച്ചേർന്നൊക്കെ കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ പ്ലീറ്റ് ഇടുന്ന അയൺ ചെയ്തെടുക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട്. അതൊന്ന് ക്ഷമയോടുകൂടി ചെയ്താൽ മതി കേട്ടോ, ബാക്കി കാര്യം വളരെ എളുപ്പമാണ്. ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ, ഇതിങ്ങനെ എന്തെങ്കിലും വർക്ക് കൂടി ചെയ്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നേനെ. അപ്പോൾ ഇനി ഇതിൽ ഞാൻ ചെയ്യുന്നില്ല. ഇനി വേറൊരു കളർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വർക്ക് കൂടി ബീഡ്സ് വർക്കൊക്കെ കൊടുത്താൽ ഒത്തിരി ഭംഗിയായിട്ട് കിട്ടുമേ. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. എന്നിട്ട് ഇത് ജോയിൻ ചെയ്തിട്ട് ഒന്നുകൂടി നമ്മൾ ആ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ ഒന്നുകൂടി അയൺ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഞാനിത് തയ്ച്ച് വന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ടോപ്പിൻ്റെ ലൈനിങ് വേറെ, ആ താഴത്തോട്ടുള്ള പ്ലീറ്റഡിൻ്റെ ലൈനിങ് വേറെ ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്ത് പോയി. ഇനി അടുത്ത പ്രാവശ്യം തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി എളുപ്പമുള്ളത് ആ രീതിക്കാന്ന് തോന്നി തയ്ച്ച് വന്നപ്പോൾ. എന്നാലും ഇതും കുഴപ്പമില്ല, ഇതിപ്പോൾ ഒറ്റ ലൈനിങ്ങിലായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ടോപ്പിൻ്റെ നല്ല അകം വശം എടുത്തിട്ട് അതിലേക്ക് ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് വശം തന്നെ എടുക്കണം കേട്ടോ, മാറിപ്പോരുത്. ഫ്രണ്ട് നമ്മൾ കുഴിച്ചൊക്കെ വെട്ടിയിട്ടുണ്ടല്ലോ കൈയിൻ്റെ ഭാഗത്ത്, അതങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മേൽഭാഗം അറ്റാച്ച് ചെയ്യുക, ഷോൾഡറിൻ്റെ കൈക്കുഴി അണ്ടർആമിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴ്പോട്ട് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഏകദേശം നമ്മൾ 1, 2, 3 ഷേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 1, 2 ഷേപ്പ് വരെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ബ്രസ്റ്റ് ഭാഗത്തിൻ്റെ തൊട്ട് താഴെ വരെ, അതിൻ്റെ താഴത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യണ്ട. കാരണം നമ്മൾ അവിടെ തൊട്ടിട്ട് ലൈനിങ് വേറെ നല്ല തുണി വേറെ ആയിട്ടാണ് നമ്മൾ അകത്ത് അടിച്ചെടുക്കുന്നത്. ഒപ്പമായിട്ട് അടിച്ചാൽ വൃത്തികേടായി പോകും, കാരണം പുറത്തിങ്ങനെ പ്ലീറ്റഡൊക്കെ ഉള്ളതുകൊണ്ട് കുടുങ്ങിയൊക്കെ കിടക്കും. അപ്പോൾ ലൈനിങ് വേറെ നല്ല തുണി വേറെ ആയിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇങ്ങനെ പതിയെ ക്ഷമയോടുകൂടിയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അകത്തൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുവേ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയാം. പക്ഷേ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടി ഇതായിട്ടൊന്നും തോന്നില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഇട്ടപ്പോഴേക്കും നല്ലൊരു കംഫർട്ട് ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അണ്ടർആമിൻ്റെ അവിടെ നമ്മൾ പതിയെ ഇങ്ങോട്ട് തയ്ച്ചെടുക്കുവാണ്. പതിയെ തയ്ച്ചെടുത്തിട്ട് നമ്മൾ 1, 2, 3 ഷേപ്പിലോട്ട് കടക്കണ്ട, അതിൻ്റെ
അറ്റത്ത് വരെ ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. അധികം ഷേപ്പിലോട്ട് പോകണ്ട, കാരണം നമുക്ക് അവിടെ നിന്ന് ലൈനിങ് വേറെ നല്ല തുണി വേറെ ആയിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ ഞാൻ താഴേക്ക് അടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കണ്ടോ? കുറച്ചടിച്ചു. നമ്മൾ ഇപ്പുറം വശവും കൂടി ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ അകത്തിങ്ങനെ കുടുങ്ങി കിടക്കും. ഇതിങ്ങനെ തളതളായുള്ള തുണിയായതുകൊണ്ടാണ് കേട്ടോ. അത്രയും ഭാഗമേ ഞാൻ അടിക്കുന്നുള്ളൂ, കണ്ടോ? ഇനി അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അടിക്കാൻ. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഞാൻ അപ്പുറത്തെ വശവും ഇതുപോലെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ വശവും നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പുറം വശം അടിച്ച് നിർത്തിയ ആ ഒരു അളവുണ്ടല്ലോ, ആ അളവിൽ വേണം അപ്പുറവും വശം അടിച്ച് നിർത്താനായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ. ഈ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. നമുക്ക് ബാക്കിലും ഇതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് ബാക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ. 1-2 ഷേപ്പ് എടുത്തിട്ട് മുകളിൽ നിന്ന് 2 ഷേപ്പ് എടുത്തിട്ട് അവിടെ വെച്ച് നിർത്തും. ബാക്കി ലൈനിങ്ങും നല്ല തുണി സെപ്പറേറ്റ് ചെയ്ത് വേണം അടിക്കാനായിട്ട്. ഇപ്പം ഞാൻ അടിക്കുന്ന പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടോണേ. കുറച്ച് വരെ അടിച്ചിട്ട് നിർത്തുവാണ്. എന്നിട്ട് നമ്മൾ നെക്ക് പോർഷൻ, ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ചെയ്യാനുള്ളത് നെക്ക് പോർഷനാണ്. നെക്ക് അടിക്കുന്ന രീതിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആ ബാൻഡ് ഭാഗം ആദ്യം അടിച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ ആ റൗണ്ട് പോർഷൻ ഞാൻ ആദ്യം ഒന്ന് അടിച്ചെടുത്തട്ടോ. കാരണം ഇനി അതിൻ്റെ മൂല വരുമ്പോഴേ ഇച്ചിരി തെറ്റിപ്പോയാൽ മാറിപ്പോകുന്നുണ്ട്. റൗണ്ട് ആദ്യം അടിച്ചെടുത്തിട്ട് ഞാൻ ആ ട്രയാങ്കിൾ പീസ് ഒന്ന് താഴേക്ക് ആ ഷേപ്പിൽ തന്നെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അറിയാമല്ലോ, സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ ആ മൂല തിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, അവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശവും ചുറ്റിനും ചേർത്തങ്ങ് അടിച്ചു കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ സ്റ്റിഫിലൊക്കെ തന്നെ എല്ലാവരും ചെയ്യണം കേട്ടോ. ഒന്നാമത് തളർന്ന തുണിയാണിത്. അപ്പോൾ സ്റ്റിഫി ചെയ്താലേ അത് വൃത്തിയാവുള്ളൂ. സ്റ്റിഫില്ലെങ്കിൽ ഈ തുണിയിൽ ആരും നെക്കടിക്കാൻ നിൽക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. സ്റ്റിഫൊക്കെ ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അത് കൃത്യമായിട്ട് 2 ആക്കി മടക്കിയിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷൻ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. അത് നമുക്ക് ആ നെക്കിലോട്ട് വെക്കാൻ, അല്ലെങ്കിൽ നെക്കിൻ്റെ സെൻറ്ററൊക്കെ മാറിപ്പോയെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയെന്നാൽ കഴുത്തിന് ചരിവും തിരിവും ഒക്കെ വരും. അത് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻട്രൽ ഭാഗം ഷോൾഡറിൻ്റെ മേലിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലോട്ട് ഇത് നല്ല വശത്ത് ഇതിൻ്റെ കഴുത്തിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അടിച്ച്, ഇപ്പം ഞാനത് നേരെ അടിക്കാണ്ട് അതവിടെ അമർന്നിരിക്കാൻ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ഭാഗമാണല്ലോ. അവിടെ അടി കൊടുത്തതെന്ന് വെച്ചിട്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ ഒന്ന് അടിക്കുമ്പോൾ അതവിടെ അമർന്നിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു വശം പിടിക്കുമ്പോൾ അപ്പുറവശം പോകും. ഈ തുണി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ജോർജറ്റ് ഇങ്ങനത്തെ തുണിയൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഷേപ്പിൽ അങ്ങ് പതിയെ നെക്കടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പതിയെ ചെയ്യുക കേട്ടോ. കാരണം നെക്കാണ് ടോപ്പിൻ്റെയൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവരും നമ്മളിങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നോട്ടം കിട്ടുന്നത് നെക്ക് പോർഷനല്ല. ആ നെക്ക് റെഡിയായ എല്ലാം റെഡി ആയിക്കോളും, ആ ഒരു വിശ്വാസമാണ്. അപ്പം നെക്ക് എപ്പോഴും പെർഫെക്റ്റാക്കി എടുക്കുക. അപ്പോൾ അതൊന്ന് ക്ഷമയോടുകൂടി പതിയെ എല്ലാവരും എടുത്ത് ചെയ്യുക, പ്രത്യേകിച്ച് ഫ്രണ്ട് നെക്ക്. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകഭാഗം വെട്ടിയെടുക്കുക. ഒരു 1/2 ഇഞ്ച് തുണി നിർത്തിയിട്ട് വേണം കേട്ടോ വെട്ടാൻ. സ്റ്റിഫിൻ്റെ പട്ടയൊന്നും ആരും വെട്ടരുതേ. നെക്ക് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുണി അകത്തുനിന്നൊക്കെ വിട്ടുപോകും. അപ്പോൾ അതിൻ്റെ മൂലയൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ടുണ്ടല്ലോ, നമുക്ക് ആ മൂല തിരിക്കേണ്ട ഭാഗയിലെ ആ സൈഡ്, ആ റൗണ്ടിൻ്റെ അറ്റം വരുന്ന ഭാഗയിലെ അവിടെ ഒന്ന് കുറച്ച് തുണി കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണേ. അത് ആ ഭാഗം മടക്കി പിടിച്ചിട്ട് ഞാനൊരു ഇത്തിരി തുണി അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. അപ്പോഴേ ആ മൂല തിരിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിക്ക് കിട്ടത്തുള്ളേ, നല്ല പോയിൻറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ അവിടെ അകത്തിങ്ങനെ തുണി ഉണ്ടെങ്കിൽ അതിങ്ങനെ മൂല തിരിഞ്ഞ് മറിച്ചിടുമ്പോഴേ മൂല തിരിഞ്ഞിങ്ങനെ വരില്ല. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ മറിച്ചെടുക്കണം. ദയവ് ചെയ്ത് ആരും നെക്കിൻ്റെ പുറത്തിട്ട് അമർന്നിരിക്കാൻ വേണ്ടി അടിക്കരുത് കേട്ടോ. അത് വൃത്തികേടാണ് ആ അടിപ്പ് വരുന്നത് നെക്ക് പോർഷനിൽ. ആരും അടിക്കരുത്. നമുക്കത് അയൺ ചെയ്ത് നന്നായിട്ടൊന്ന് അമർത്തി അയൺ ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ല പെർഫെക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. നെക്കൊന്നും ഇപ്പോൾ കുറേ അടിപ്പ് ഇല്ലയെന്ന് വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതാണ്, പുറത്തടി വരരുത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഭംഗി. അപ്പം ആരും പുറത്തിട്ട് അടിക്കരുത് കേട്ടോ. അപ്പം ഞാനതിൻ്റെ മൂലയൊക്കെ നല്ലോണം തിരിച്ചിട്ട് ഞാനൊരു ചെറിയ നീഡിൽ കൊണ്ട് ആണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിയിട്ട് തിരിച്ചൊക്കെ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ അതുപോലെ തന്നെ നമ്മൾ 3 സെൻറ്റിമീറ്റർ അളവിൽ ഡീപ്പ് എടുത്തിട്ട്
വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, ആ പോർഷനും കൂടി നമ്മൾ അടിച്ചെടുക്കുവാണ് കഴുത്ത്. അപ്പോൾ അതിൻ്റെ ബാൻഡ് ഭാഗം അടിച്ചിട്ട്, ഇതൊക്കെ ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്താണെന്നോ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചറിയാവുന്നവരൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുമല്ലോ, അപ്പോൾ അവർക്കൊന്നും അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അറിയാതെ പോകരുതല്ലോ. പിന്നെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നാലേ എനിക്കിങ്ങനെ വീഡിയോയ്ക്ക് ഇടാനുള്ള ഒരു താല്പര്യമൊക്കെ തോന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്തൊക്കെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ആ ബാക്ക് പീസ് എടുത്ത് വെച്ചേക്കുവാണ്. ആ ബാക്ക് പീസിൻ്റെ അകത്ത വശത്തേക്ക് നമ്മൾ ബാക്ക് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ജോയിൻ ചെയ്ത പോലെ തന്നെ ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്തിട്ട് അണ്ടർ ആമിൻ്റെ അവിടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് മറ്റേതിൻ്റെ എവിടെയാണോ കൊണ്ടുവന്ന് നിർത്തിയ അതേ അളവിൽ 2 ഷേപ്പ് എടുത്ത് ഇതിൻ്റെയും താഴേക്ക് അടിച്ച് നിർത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബാക്ക് കഴിഞ്ഞു. പിന്നെ ബാക്ക് നെക്കും അറ്റാച്ച് ചെയ്താൽ മതി. അപ്പം ഞാനത് അടിക്കുവാണേ. അതിനിടക്ക് വർത്തമാനത്തിന് ആരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് സമയം പോയി. അപ്പം ഞാനതും എടുക്കുവാണ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, പിഴിഞ്ഞെടുക്കായിരുന്നു വെള്ളം. അത്രയും നനവായി, വിയർത്തിട്ടേ. നല്ല ചൂടായിരുന്നു. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് നല്ല ചൂടാണ്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതേ നമ്മളെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ഒത്തിരി പേരുണ്ടാവും. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ ഒത്തിരി തത്രപ്പാടുണ്ട്. അപ്പം നമ്മളതൊന്ന് നന്നായിട്ട് പരിശ്രമിക്കുക. ആ നിരുത്സാഹപ്പെടുത്തുന്നവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്കും ഒത്തിരി നെഗറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനിപ്പം എന്താ പറയുക, അതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യുവാണ്. എന്തായാലും എൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, ആ ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും പിന്നെ എൻ്റെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ എണ്ണം എന്തായാലും ഇപ്പോൾ ഉള്ള എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തോളം വരില്ലെന്നുള്ള ചങ്കുറപ്പോടെ ഞാൻ മുൻപോട്ട് പോവുകയാണ് കേട്ടോ. നമുക്കും സങ്കടപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, അതൊക്കെ വിടുവാണ്. എന്തായാലും ഈ സ്റ്റിച്ചിങ്ങിലൂടെ നിങ്ങളെ ഞാൻ എൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പീസും അതുപോലെ ആ ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മൾ ചെയ്തില്ലേ, എവിടെയാണോ ഫ്രണ്ട് തയ്ച്ച് നിർത്തിയത് അതുപോലെ തന്നെ കൊണ്ടുവന്ന് നിർത്തുക. ഓക്കെ, മാറിപ്പോകരുതേ. ഫ്രണ്ടും ബാക്കും ഫ്രണ്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാക്ക് പീസ്, ഫ്രണ്ടും ബാക്കും ലൈനിങ് ഒക്കെ വെക്കുന്നത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിൻ്റെ ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ മേളിൽ നിന്ന് എത്രയാണോ കൊണ്ടുവന്ന് നിർത്തിയത് അവിടെ ബാക്കും ഒന്ന് കൊണ്ടുവന്ന് നിർത്തുക. ഇതിപ്പോൾ എന്താണെന്ന് പറയട്ടെ, ഒരു വശം പിടിക്കുമ്പോൾ അപ്പുറത്തെ വശം പോകും, അങ്ങനത്തെ തുണിയാണ്. അപ്പം നിങ്ങൾ ഒന്ന് പതിയെ ക്ഷമയോടുകൂടിയൊക്കെ ചെയ്തെടുക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ അപ്പുറത്തെ വശം മറിച്ചിട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് നെക്ക് എടുത്തിട്ട് അത് വെച്ചിട്ട് അതങ്ങ് മറിച്ചിട്ട് ബാക്ക് നെക്കും നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ബാക്ക് നെക്ക് ഒന്ന് ചേർത്തടിക്കുന്നത് പുറത്തല്ല കേട്ടോ, ഞാൻ ആ തയ്ച്ച തുണിയിലോട്ടാണ് ചേർത്തടിക്കുന്നത്. അപ്പോൾ അത് അകത്തേക്ക് പോയിക്കോളും. ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കുക. കണ്ടോ, ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമ്മൾ സ്ലീവൊക്കെ അടിച്ചെടുക്കണം. വേണ്ട, സ്ലീവ് അടിച്ചെടുക്കുമ്പോൾ ആ ഫോട്ടോയിൽ അറ്റത്തൊരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും അന്ന് എലാസ്റ്റിക് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു, അന്ന് അത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എന്തോരമാണോ തുണിയുള്ളത് അതിൻ്റെ ഒരു 3/4 പോർഷൻ എടുത്താൽ മതി കേട്ടോ. അതായത് അതിൻ്റെ ആ തുണിയുടെ അറ്റം വരെ എലാസ്റ്റിക് എടുക്കരുത്. അതെടുത്താൽ നമുക്കിങ്ങനെ ചുരുങ്ങി കിടക്കില്ലല്ലോ. അപ്പോൾ 3/4 പോർഷൻ എടുത്തിട്ട് ഞാനിപ്പോൾ ആ കൈയിൻ്റെ ഒരരികു ഭാഗം കുറച്ചിങ്ങനെ ഒരു ചെറുതാക്കി ഒരു 2 പോയിൻ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ മടക്കി ഒന്ന് അടിക്കുവാണേ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് കയറ്റിയാണ് ഞാൻ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അത് ആ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം ഞാൻ ആ കൈ 2 പീസിൻ്റെയും 2 വശവും ഒന്ന് അടിച്ചൊക്കെ എടുത്തു. എന്നിട്ട് ഇതേ എലാസ്റ്റിക് വെച്ചിട്ട് ഇനി ഞാൻ അടിക്കാൻ പോവുകയാണ്. ഒറ്റയടിപ്പം അങ്ങ് കൊടുത്താൽ മതി കേട്ടോ എലാസ്റ്റിക്കിൽ കൂടി. അപ്പോൾ എലാസ്റ്റിക് ഒന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ അറ്റം വരെ എത്തിക്കോളും. അപ്പോഴേ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതേ കൈയിൻ്റെ ഇത്രേ ഉള്ളൂ പണി കിട്ടോ. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കാൻ, കണ്ടോ ഇപ്പോൾ ആ എലാസ്റ്റിക്കുള്ള വശം
നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മേളിലത്തെ പഫാണ് കേട്ടോ, അത് ചെറിയൊരു 2-3 പഫ് ഇട്ടാൽ മതി. അതിനുള്ള തുണിയെ എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കൈ വെച്ച് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ട് കൈയിൻ്റെ അവിടെ നമ്മൾ കുഴിച്ച് വിട്ടിട്ടുണ്ട്, കൈക്കുഴിയൊക്കെ കയ്യിലും വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഫ്രണ്ട് വശം രണ്ടിൻ്റെയും വന്നം അപ്പുറത്തെ കൈയെടുത്ത് ഇപ്പുറത്ത് വെച്ച് പോയെന്നാൽ മാറിപ്പോവും. നമ്മളെടുത്ത് കട്ട് ചെയ്ത് വശം ബാക്കിൽ വരും. അപ്പോൾ അതില്ലാതെ ശ്രദ്ധിക്കണം. അപ്പോൾ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് ആ അറ്റത്തുനിന്ന് അടി തുടങ്ങിയിട്ട് സെൻറ്ററിൽ തുണി ബാക്കി വരും സെൻറ്റർ എത്താനായിട്ട് കൈയിൻ്റെ വശം. അപ്പോൾ നമ്മൾ അത്രയും ഭാഗമാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. പഫിന് എടുത്തേക്കുന്നത് ഇപ്പോൾ കുറച്ച് ചെറിയൊരു പഫാണ് കേട്ടോ, അധികം പൊങ്ങിയിരിക്കുന്നതല്ല, ചെറിയൊരു പഫാണ് ഇതിൽ കൊടുത്തേച്ച ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതും ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുവാണ്. കണ്ടോ, അപ്പോൾ ഒരു ചെറിയൊരു പഫ് കിട്ടി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ വേറെ നമ്മുടെ ജോലിക്കിടയിലൊക്കെയാണ്, എനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. വീട്ടിലെ ജോലി, കുട്ടികളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, പിന്നെ എൻ്റെ ജോലി സ്ഥലത്തെ കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എത്ര സമയമൊക്കെ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എഡിറ്റ് ചെയ്ത് എടുക്കാനെന്നൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിലും ഞാനും തുടക്കക്കാരി മാത്രമാണ്, എനിക്കപ്പോൾ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഒത്തിരി സമയമെടുത്തൊക്കെയാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളുടെ എന്തായാലും ഒരു ഹെൽപ്പൊക്കെ എനിക്ക് ഉണ്ടാവണം കേട്ടോ, കാരണം നമുക്ക് ഒത്തിരി സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇത് എടുക്കുന്നതിൻ്റെ പേരിൽ. അപ്പോൾ അതിനിടയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, എന്തായാലും ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹമായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണം. അപ്പം നമ്മളെ ഒരു വശം ഒന്ന് കൂട്ടി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു കാര്യം മറന്നുപോയി. ബാക്ക് ടെക്ക് നമ്മൾ അളവൊക്കെ എടുത്ത് വെച്ചായിരുന്നു, കാരണം തുണി തെന്നി പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ടിങ് വീഡിയോയിൽ എടുത്തൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ആ ബാക്ക് ടെക്ക് നമ്മൾ അളവെടുത്ത വശം ഒന്ന് ചേർത്തടിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് മടക്കി അടിക്കാൻ. ഈ ടക്ക് അടിക്കുന്ന രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി നമ്മളൊന്ന് ചെയ്തെടുക്കണേ. ഇപ്പം നമ്മൾ 2 വശവും ടക്കൊക്കെ ഇട്ട് എടുക്കുവാണ്. ഇപ്പോൾ ഓർത്തത് നന്നായില്ലെങ്കിൽ എല്ലാം അടി കഴിയുമ്പോഴാണെങ്കിൽ ഇത്തിരി പാട് വരും. ഇപ്പോൾ ഒരു വശം അടിച്ചുകൊണ്ട് പെട്ടെന്നൊന്ന് തുറന്നിടാൻ പറ്റി. ഇപ്പോൾ ഇപ്പുറത്തെ വശത്തെ ടക്കും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു കേട്ടോ. ആ പ്ലീറ്റ് ഇടേണ്ട വശം മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. കണ്ടോ നമ്മൾ ടക്കിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്ക് ടക്ക് ഇടുന്നവർക്ക് പക്ഷെ ഇട്ടാൽ നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും കേട്ടോ ബാക്ക്. അപ്പം ഇടുന്നതാണ് നല്ലത്. എല്ലാവരും ഒന്ന് ഇട്ടൊക്കെ എടുത്തേക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത പോലെ നേരത്തെ അടിച്ച അടിപ്പുണ്ടല്ലോ 2 ഷേപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ നമ്മൾ ലൈനിങ് വേറെ ലൈനിങ് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അതിൻ്റെ അകം വശം എടുത്തിട്ട് നല്ല തുണി താഴേക്ക് അങ്ങ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് സെപ്പറേറ്റ് ചെയ്തു, ബാക്കും ചെയ്തു, ഫ്രണ്ടും ചെയ്ത് സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ട് നമ്മൾ അടിച്ച് നിർത്തിയില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് നമ്മൾ നല്ല തുണിയാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല തുണി അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ 2 വശവും അടിച്ചെടുക്കുക. എന്നിട്ട് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് പോർഷൻ ദയവ് ചെയ്ത് ആരും അടിച്ചു കൂട്ടരുത് കേട്ടോ. നമ്മൾ നെക്ക് പോർഷനൊക്കെ ഹെമ്മിങ് ചെയ്തൊക്കെ എടുക്കണം എല്ലാവരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് ജോലി കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ അപ്പുറത്തെ വശവും കൂടി അടിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പുറത്തെ വശവും അതുപോലെ തന്നെ ഒന്ന് കൂട്ടിയെടുക്കുക. ലൈനിങ് വേറെ നല്ല തുണി വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ലൈനിങ്ങിൻ്റെ താഴെവശവും മടക്കി ഒന്ന് അടിക്കണം, നല്ല തുണിയുടെ താഴെവശവും മടക്കി ഒന്ന് അടിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി അടിക്കാനുണ്ട്. പിന്നെ ഇതേ അതങ്ങ് അകത്തേക്ക് ഇട്ടിട്ട് നല്ല തുണി അകത്തേക്ക് ഇട്ടിട്ട് ലൈനിങ്ങിൻ്റെ അരികാണ് ഇനി അടിക്കാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ് ഇങ്ങനെ കിട്ടും. നല്ല തുണി ഞാൻ അകത്തേക്ക് മാറ്റിയിടുന്നുണ്ട്. ഇനി നല്ല തുണിയിൽ അടി കൊള്ളരുത്. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡും താഴെ മുകളിലും എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് താഴത്ത് ഞാൻ ഈ കൈയിൻ്റെ അവിടുത്തെ അടിയും കൈക്കുഴീൻ്റെ അവിടെയൊക്കെ ഒന്ന് ലോക്ക് ചെയ്തട്ടോ, കാരണം ഈ തുണി അഴിഞ്ഞഴിഞ്ഞ് പോകുന്ന തുണിയാണ്. അപ്പോൾ നമ്മളൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ലോക്കിംഗ് മെഷീനൊക്കെ ഉള്ളവർ ഒന്ന് ലോക്ക് ചെയ്തുകൂടി അടിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ താഴെ വശം ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നല്ല തുണിയുടെയും താഴെ വശം
നല്ല തുണി ഞാൻ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സിക്സാക്ക് ചെയ്താൽ മതിയായിരുന്നു. എനിക്കിവിടെ മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഞാൻ അടിച്ച് പോയി. ഇനിയിപ്പം അടിച്ച് കഴിഞ്ഞതിപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്താണ് ഓർത്തത്. എങ്കിൽ അവിടെ നല്ല ഇങ്ങനെ മടങ്ങി മടങ്ങി കിടന്നേനെയല്ല, നല്ല ഭംഗിയുണ്ടായേനെ കാണാനായിട്ട് ഒന്നുകൂടി. അത് കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്ത് നോക്കിയാലേ ഇനി അടുത്ത ടോപ്പിൽ നമുക്ക് ചെയ്യുമ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്ക് ഭാഗം അകത്തേക്ക് ഇട്ട് ഞാൻ ഹെമ്മിങ് ചെയ്യുവാണ്. ഫ്രണ്ടും ബാക്കും ഉണ്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ക്ഷമയോടുകൂടി എല്ലാവരും ഒന്ന് ഇരുന്നിട്ട് ഹെമ്മിങ് ചെയ്തൊക്കെ എടുക്കണം, ആരും അടിച്ചൊന്നും വെക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമ്മൾ അയൺ ചെയ്യേണ്ട ഭാഗം ഒന്ന് വൃത്തിക്ക് ഒന്നുകൂടി വൃത്തിയായിട്ട് ഞാൻ വേറൊരു രീതി അടുത്ത ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ആരെയും കൂടി ഒന്ന് ഹെൽപ്പിന് വിളിച്ചെന്നാൽ എളുപ്പത്തിലെടുക്കുന്ന രീതി കാണിച്ചു തരാം. എന്നാലും ഇത് ഞാൻ തയ്ച്ച് കഴിഞ്ഞാൽ കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല രസമുണ്ട്. കളറും ഈ ലാവൻഡർ ഷെയ്ഡൊക്കെ വന്നുകൊണ്ടിട്ടേ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കൈയും സ്ലീവും ഒക്കെ നമുക്ക് അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യമൊന്നും ആരും മറന്നു പോകണ്ട. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ഒരു എന്തെങ്കിലും തയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്ച്ച് നോക്കിയേക്കണം. ഓക്കെ, അപ്പം താഴെ ഭാഗത്ത് നല്ല പ്ലീറ്റായിട്ട് ഇതൊന്നും കഴുകിയാലൊന്നും പോവില്ല കേട്ടോ ഈ പ്ലീറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോകരുതേ.